എക്സൈസ് കമ്മീഷണറുടെ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് പാർട്ടി എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് കെയുടെ നേതൃത്വത്തിൽ കുന്നത്തുനാട് താലൂക്ക് പെരുമ്പാവൂർ വില്ലേജിൽ പാറപ്പുറം കരയിൽ നിന്നും 24.50 ഗ്രാം ഹെറോയിൻ യമഹ ഫസിനോ സ്കൂട്ടറിൽ കടത്തിയ കുറ്റത്തിന് അസം സംസ്ഥാനത്ത് മറിഗോൺ ജില്ലയിൽ അബ്ദുൾ ഹായ് മകൻ ഇനാമുൾ ഹക്ക് എന്നയാളെ പ്രതിയായി NDPS കേസെടുത്തു. പ്രതി ഹെറോയിൻ ആസാമിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡപ്പികളിലാക്കിയാണ് പ്രതി വിൽപ്പന നടത്തുന്നത്. പെരുമ്പാവൂർ ടൗണിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഒരു ഡപ്പിക്ക് 850 രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്. പെരുമ്പാവൂർ പാറപ്പുറം ഭാഗത്ത് ഹെറോയിൻ മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ വരുമ്പോഴാണ് പ്രതി എക്സൈസിന്റെ പിടിയിലാകുന്നത്. ഇതിനു മുൻപും പ്രതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഹെറോയിൻ കൊണ്ടുവന്ന് പെരുമ്പാവൂർ ടൗണിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. പ്രതി കേരളത്തിൽ വന്നിട്ട് 1 വർഷത്തോളമായി. പ്രതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹെറോയിൻ പ്ലാസ്റ്റിക് കവറുകളിലാക്കി മണ്ണിന്റെ അടിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹെറോയിൻ സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രതി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ AEI ഗ്രേഡ് TV ജോൺസൺ, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് ഗിരീഷ് കൃഷ്ണൻ, ജസ്റ്റിൻ ചർച്ചിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിവിൻ PP, മുരളീകൃഷ്ണ, എബിൻ പൗലോസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീലക്ഷ്മി വിമൽ എന്നിവർ പങ്കെടുത്തു. പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് പാർട്ടി പെരുമ്പാവൂർ നടന്ന പരിശോധനയിൽ മാരക മയക്കുമരുന്നായ ഹെറോയിൻ 24.25 ഗ്രാം കൈവശം വെച്ച കുറ്റത്തിന് വെസ്റ്റ്മാൾ സ്വദേശി ഇസാം ഹക്കിനെയും 24 ഗ്രാം ഗഞ്ച കൈവശം വെച്ച കുറ്റത്തിന് ആസാം സ്വദേശി ഇട്ടജുൾ വിക്കിനെയും പേരിലും കേസെടുത്തുള്ളതും നിലവിൽ പെരുമ്പാവൂർ മേഖലയിൽ അന്യ സംസ്ഥാന പേരിൽ നല്ല രീതിയിൽ പരാതിയിൽ മയക്കുമരുന്ന് കച്ചവടം വന്നിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിയിലാണ് ഇത്തരത്തിൽ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി കേസ് കണ്ടെത്തുന്നതാണ്. ഏകദേശം ഈ പിടിച്ചെടുത്ത ഹെറോയിന് വിപണിയിൽ TNമാർ വിറ്റ് വരുന്നത് ഏകദേശം 70,000 രൂപ ഇവിടെ വരുന്നതാണ്. TNമാർ വാഹനത്തിൽ കൊണ്ടുവരുന്ന വിൽപ്പനയാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് വിൽപ്പന വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ TNമാർ പക്കലിൽ നിന്നും ഈ ഹെറോയിൻ വിറ്റ് വരുന്ന വഴിയിൽ ഒരു ഫാഷൻ സ്കൂട്ടർ യമഹ കണ്ടെത്തുന്നതാണ്. തുടർന്നും TNമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കൂടുതൽ സ്വീകരിക്കുന്നതാണ്.